ഹായ് ഗായ്സ്, നോമ്പുകാലം എത്തിയില്ലേ? അതിന് പറ്റിയ വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ? ഇന്ന് നമുക്ക് ദില്ലി സ്റ്റൈൽ ചിക്കൻ കോർമ ഉണ്ടാക്കാം. അതിനായി ആദ്യമേ തന്നെ മസാലകളൊക്കെ പൊടിച്ചെടുക്കണം. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഒരു പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, കറുത്ത ഏലക്ക അല്ലെങ്കിൽ പേരേലം കിട്ടുമെങ്കിൽ ഒരു പേരേലവും 2 സാദാ ഏലക്കയും ഇടാം. 5-6 കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു നുള്ളു ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിക്ക എന്നിവയിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഈ മസാലപ്പൊടി മാറ്റി വെച്ച ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഗോൾഡൻ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം. ഇതാണ് ബരിസ്ത. സാധാരണയായി ഈ കറിക്ക് ഒരുപാട് എണ്ണ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഒതുക്കാനാണ് നോക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തു വെച്ച് കുക്കർ നന്നായി തണുത്ത ശേഷം ബരിസ്ത വറുത്ത് മാറ്റിയ എണ്ണയിലേക്ക് 3/4 കപ്പ് തൈര്, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ ഇഞ്ചി, ഇതിനെ ജൂലിയൻ കട്ട് എന്നാണ് പറയുന്നത്, ഒരു ചെറിയ വഷണയില, 3 ഏലക്ക, 3 ഗ്രാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് മിക്സ് വെൽ. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ഇട്ട് മിക്സ്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഈ കറി തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 മുതൽ 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ വരുന്നിടം വരെ വേവിച്ചു കൊടുക്കാം. 3 വിസിൽ എന്ന് ഞാൻ പറയുന്നത് ഒരു ഹൈ ഫ്ലെയിമിലും ബാക്കി 2 ലോ ഫ്ലെയിമിലുമാണേ. ഇനി കുക്കർ ഒന്ന് കൂകി വിളിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മിശ്രിതം തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബരിസ്ത, 1/4 തുണ്ട് കൊപ്ര, 5-6 കശുവണ്ടി എന്നിവയിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇനി കുക്കറിലെ പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ആദ്യമേ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ച മസാല ഇട്ട് നല്ലപോലെ ഇളക്കി പിന്നെ അരച്ച കൊപ്രയുടെ മിശ്രിതം ഇട്ട് മിക്സ്. ഈ കറിക്ക് നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, പാലാണ് ഉപയോഗിക്കുന്നത്. ഇനി ചാറിന് ആവശ്യമായ പാല് കൂടി ഒഴിച്ച് കേവ്ര വാട്ടർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ കേവ്ര എസൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2-3 തുള്ളി കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി 1/4 കപ്പ് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കേവ്ര വാട്ടറും കേവ്ര എസൻസും ഒന്നും ഉപയോഗിക്കാത്തത് ഇതെല്ലായിടത്തും ലഭ്യമാണോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. നമ്മളുടെ ദില്ലി സ്റ്റൈൽ ചിക്കൻ കോർമ റെഡിയായി. ആഹാ, എന്താ സ്വാദ്! ഉണ്ടാക്കി നോക്കില്ലേ? പുതിയൊരു വിഭവവുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.